അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ജെസ്സി ജോർജ്. ഞാൻ മലമ്പുഴയിൽ നിന്ന് വരുന്നു. എനിക്ക് തലയുടെ പുറകു സൈഡിൽ ഭയങ്കര വേദനയുണ്ടായിരുന്നു. കുഞ്ചിക്കഴുത്തിൻ്റെ സൈഡിൽ ഭയങ്കര ശക്തമായ വേദന. ആ വേദന ഇങ്ങനെ വന്നിട്ട് പിന്നെ നെറുകയിലേക്ക് ഇങ്ങനെ വന്ന് തട്ടുന്ന, അങ്ങനെ കുത്തുന്ന മാതിരി ഒരു വേദനയായിരുന്നു. അപ്പോൾ അത് ഭയങ്കര കുറേ നേരം അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കണ്ണ് തുറക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ ഞാൻ വേദന കൊണ്ട് ഇങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ കണ്ണടച്ച് കുറേ നേരം ഇരുന്നു. എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് ബുക്ക് നോക്കിയൊന്നും ആ പ്രാർത്ഥന ബുക്ക് നോക്കി ചെല്ലാനൊന്നും പറ്റുന്നിരുന്നില്ല. പിന്നെ ഞാൻ അറിയാവുന്ന പ്രാർത്ഥനയെല്ലാം ചൊല്ലി വചനം ചൊല്ലിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം പിന്നെ ആ വേദന മാറുന്നില്ല. പിന്നെ ഞാൻ 2-3 മണിക്കൂർ അങ്ങനെ പോയി കിടന്നിട്ട് പിന്നെ എണീക്കുമ്പോഴും മരുന്നിരുന്ന് മാറുന്നില്ല. അപ്പോഴെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന്, അങ്ങനെ അച്ഛൻ ഇവിടെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു 33 കുരിശ് വരച്ചിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യം. അപ്പം ഞാൻ അതുപോലെ 33 ഈശോയുടെ തിരുരക്തം കൊണ്ട് ശിരസ്സ് മുതൽ ഉള്ളങ്കാൽ വരെ കഴുകണമെന്ന് പറഞ്ഞ് 33 കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് നല്ലപോലെ കുറവ് വന്നു. അതിനുശേഷം പിന്നെ രാത്രിയിലൊന്നും പിന്നെ ബുദ്ധിമുട്ടുണ്ടായില്ല. രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുന്ന സമയത്ത് കുറച്ച് നേരത്തേക്കൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അതേപോലെ തലേ ദിവസത്തെ അതേപോലത്തെ വേദന വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് ഇത്ര നേരം വേദന ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ പെട്ടെന്ന് വന്നല്ല, അത് ഈശോനെ ഓർമ്മിപ്പിച്ചായിരിക്കും കഴിഞ്ഞ ദിവസത്തെ വേദന എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു ഒന്നും കൂടി വന്നതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ ഈശോയ്ക്ക് സാക്ഷ്യപ്പെടുത്തേക്കാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വേദന അതിനുശേഷം പിന്നെ ഇപ്പോൾ 2 ആഴ്ചയോളമായി ഇതുവരേക്കും പിന്നെ വേദന ഉണ്ടായിട്ടില്ല. തലവേദന ഉണ്ടായിരുന്നു, ശക്തമായ തലവേദനയാണ്. പിൻഭാഗത്ത് തലയുടെ പിൻഭാഗത്ത് 33 പ്രാവശ്യം കുരിശ് വരച്ചിട്ട് ഈശോയുടെ തിരുരക്തമേ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് തലവേദന കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യം നൽകി. പിന്നെ അടുത്തത് ഒരു സാക്ഷ്യം, എൻ്റെ മൂത്ത മോൾക്ക് കണ്ണിൽ, അവൾ ഹോസ്റ്റലിലായിരുന്ന സമയത്ത് കണ്ണിൽ ഭയങ്കര വേദനയും ചുമന്നിരിക്കുകയായിരുന്നു. അപ്പോൾ രാവിലെ തലേദിവസം എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് രാവിലെ വിളിച്ചപ്പോൾ എനിക്ക് കണ്ണ് തുറക്കാൻ പോലും പറ്റുന്നില്ല, കണ്ണിന് നല്ല വേദനയാണ്, ഇങ്ങനെ ചുവന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, വെഞ്ചരിച്ച വെള്ളം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ആ വെള്ളം എടുത്ത് നീ കുരിശ് വരയ്ക്ക്, ആ കുരിശ് വരച്ചിട്ട് ഈശോയോട് തിരുരക്തം കൊണ്ട് കഴുകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നീ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തിയേക്കാന്നുള്ളത് നിങ്ങൾ നേരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവളങ്ങനെ നേർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പം ഞാൻ മനസ്സിൽ നേർന്നിട്ടുണ്ടായിരുന്നു, ഈശോയെ മാറുകയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന്. അപ്പോൾ അതിനുശേഷം ആ ചുവപ്പ് കളറൊക്കെ മാറി, അങ്ങനെ അതിന് സൗഖ്യം കിട്ടി. യേശുവേ നന്ദി. രോഗം കണ്ണിന് ചുമന്ന പാട് വരിക, അത് വെണ്ണാമെള്ളം ഒഴിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തെ മഹത്വപ്പെടുത്താം, സാക്ഷ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ദൈവം ഇടപെട്ട അനുഭവം പറയാമെന്ന് പറഞ്ഞു. എൻ്റെ ഫലമായിട്ട് മാറി. ഹല്ലേലൂയ.